സംസ്ഥാനത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിലാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ശനിയാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. കുട്ടനാട്ടിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിലായ പാടശേഖരത്തിലെ നെൽകൃഷി ആശങ്കയിൽ. വിത്ത് വിതച്ച് 7 ദിവസം മാത്രമായ പാടത്ത് പമ്പിംഗ് നടക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഒഴുക്കില്ല. സർക്കാർ അനുവദിച്ച മോട്ടറിംഗ് കാര്യക്ഷമമല്ലെന്നാണ് കർഷകരുടെ പരാതി. ഏക്കറിന് 25,000 രൂപ വരെ ചെലവഴിച്ചാണ് കർഷകർ രണ്ടാം കൃഷിയുടെ വിത്ത് വിതച്ചത്. 2 ദിവസത്തിനകം വെള്ളം പമ്പ് ചെയ്ത് കളയാനായില്ലെങ്കിൽ കൃഷി പൂർണ്ണമായി നശിക്കും. ഇതേ കമ്പനിയുടെ മോട്ടോർ സ്ഥാപിച്ചിട്ടുള്ള 8ഓളം പാടശേഖരങ്ങളിൽ സമാന പ്രശ്നം നേരിടുന്നുവെന്നും കർഷകർ പറയുന്നു. മഴ കുറയാത്തതിനാൽ പലയിടങ്ങളിലും ദിവസങ്ങളായി വെള്ളക്കെട്ടാണ്. പലയിടത്ത് വെള്ളക്കെട്ട് ഗതാഗത തടസ്സത്തിനും വഴിവെച്ചു. വയനാട് മീനങ്ങാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ദേശീയപാതയിലേക്ക് ചെളി ഒഴുകിയെത്തിയതിനാൽ ഗതാഗത തടസ്സമുണ്ടായി. ദേശീയപാതക്കരികിലെ കൃഷിയിടത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. കൊച്ചി മെട്രോ സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. ട്രാക്കിൽ ഫ്ലെക്സ് വീണതിനാലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കലൂർ ടൗൺ ഹാൾ സ്റ്റേഷനുകൾക്കിടയിലാണ് ഫ്ലെക്സ് വീണത്. മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും 50 സെന്റിമീറ്റർ വീതം ഉയർത്തി. മൂവാറ്റുപുഴയാറിനും തൊടുപുഴയാറിനും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു. മംഗലം ഡാം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ് കെട്ടിടം തകർന്നു. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് സംഭവം. സമീപത്തെ പുരയിടത്തിനും നാശനഷ്ടങ്ങളുണ്ട്. നിരവധി വീടുകളുള്ള ഈ പ്രദേശത്തേക്കുള്ള ശുദ്ധജല വിതരണവും വൈദ്യുതി ബന്ധവും തകരാറിലായി. മരം മുറിച്ചു മാറ്റണമെന്ന് മാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് ആരോപണമുണ്ട്. മരമേറ്റെടുക്കാൻ കരാറുകാർ വന്നാൽ അധിക വില പറഞ്ഞ് അധികൃതർ ഒഴിവാക്കുകയാണെന്നും പരാതിയുണ്ട്.